തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ചാനലുകൾ ചില ഏജൻസികളുമായി ചേർന്ന് നടത്തുന്ന സർവേകൾ രണ്ട് തരമുണ്ട്. ഒന്ന് പ്രീ പോൾ സർവേകളും മറ്റൊന്ന് എക്സിറ്റ് പോൾ സർവേകളും. എന്താണ് പ്രീ പോൾ സർവേ? ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം, അതായത് തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ്, ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടത്തുന്ന സർവേകളാണ് പ്രീ പോൾ സർവേകൾ. അതായത് സർവേ നടത്തുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏജൻസികളുടെ ആളുകൾ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലെത്തി അവിടുത്തെ ഏതാനും ജനങ്ങളുമായി സംസാരിച്ച് അവരിൽ നിന്നും സ്വരൂപിക്കുന്ന അഭിപ്രായങ്ങൾ പരിശോധിച്ച് ഈ മണ്ഡലത്തിൽ സാധ്യത ആർക്കാണ് എന്ന് കണക്കാക്കി പ്രവചിക്കുന്ന സർവേയാണ് ഈ പറഞ്ഞ പ്രീ പോൾ സർവേ. അതായത് വോട്ടെടുപ്പിന് മുന്നേ നടക്കുന്ന സർവേ. എന്നാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ പ്രീ പോൾ സർവേകളുമായി ബന്ധപ്പെട്ടൊരു വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇത്തരം സർവേകളിൽ പലപ്പോഴും ചാനലുകളുടെ മാനേജ്മെൻറ്റ് കൈ കടത്തുമെന്നുള്ളതാണ് ഒരാരോപണം. ഏജൻസികൾ കണ്ടെത്തിയ റിസൾട്ടിന് വിപരീത റിസൾട്ടൊക്കെയാണ് പലപ്പോഴും അവർ പുറത്തുവിടുക എന്നുള്ള ആരോപണങ്ങളും അതിനനുബന്ധമായി ഉയരുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രീ പോൾ സർവേ ഫലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ട നിരവധി സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. യഥാർത്ഥ റിസൾട്ടിൻ്റെ വിപരീത റിസൾട്ടൊക്കെയാണ് ചിലപ്പോൾ ചില സർവേകളിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്ന ആരോപണം നിരവധി രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ഇന്ത്യയിൽ ഉയർത്തിയിട്ടുമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് പ്രീ പോൾ സർവേകളെക്കുറിച്ചാണ്. ഇനി എക്സിറ്റ് പോളുകൾ എന്താണെന്ന് നോക്കാം. നമ്മൾ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സർവേയാണ് എക്സിറ്റ് പോളുകൾ. പ്രീ പോൾ സർവേകളെക്കാളും എക്സിറ്റ് പോൾ സർവേകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എക്സിറ്റ് പോൾ സർവേകളിൽ തട്ടിപ്പ് കാണിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. ഇത്തരം സർവേകളിൽ ഏജൻസി കണ്ടെത്തുന്ന വിവരങ്ങൾ തന്നെയായിരിക്കും ചാനലുകൾ പുറത്തുവിടുന്നത്. കാരണം ഇലക്ഷൻ കഴിഞ്ഞതിനാൽ അവിടെ എന്ത് നടന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ചാനലുകൾ എക്സിറ്റ് പോളുകൾ സംബന്ധിച്ചുള്ള ഏജൻസിയുടെ കണ്ടെത്തലിൽ കൈകടത്താൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതാണ് പ്രീ പോൾ സർവേകളും എക്സിറ്റ് പോൾ സർവേകളും തമ്മിലുള്ള വ്യത്യാസം. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് പുറത്തുവിടുന്ന സർവേകൾ പ്രീ പോൾ സർവേകളും, ഒരു തിരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്ന പരിപാടി എക്സിറ്റ് പോളുമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രീ പോൾ സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രീ പോളുകളും എക്സിറ്റ് പോളുകളും നടത്തി സർവേ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലോക് പോളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രീ പോൾ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. ലോക് പോളിനെ സംബന്ധിച്ച് അവർ സ്ഥിരമായി നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഇത്തരം പോളുകൾക്ക് രാജ്യത്തൊരു വിശ്വാസ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ലോക് പോളിൻ്റെ പല പ്രഡിക്ഷനുകളും തെറ്റിപ്പോയിട്ടുമുണ്ട്. അതായത് ലോക് പോൾ നടത്തുന്ന സർവേകൾ യാഥാർത്ഥ്യവുമായി അടുത്തു നിൽക്കുന്നവയാണ് എന്ന ഒരു പ്രതീതി രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പല സർവേ ഫലങ്ങളും അവർക്ക് തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനാണ് എന്നുള്ളതാണ്. കാരണം അവരുടെ കണക്കുകൾ അനുസരിച്ച് ആര്യാടൻ ഷൗക്കത്ത് ഏകദേശം 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിൽ വിജയിക്കുമെന്നാണ് പറയുന്നത്. സംസ്ഥാനത്തെ പല മാധ്യമങ്ങളും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളുമൊക്കെ ലോക് പോളിൻ്റെ ഈ പ്രീ പോൾ സർവേയെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. അവരുടെ സർവേയിൽ പറയുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണെങ്കിലും അതിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതുകൂടി ഇക്കാര്യവുമായി കൂട്ടി യോജിപ്പിച്ച് വിലയിരുത്തുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഒരു വലിയ ട്വിസ്റ്റ് ആയിരിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാം. ആദ്യം ഈ പ്രീ പോൾ സർവേയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നിലമ്പൂരിൽ UDF മികച്ച വിജയം നേടുമെന്നാണ് ലോക് പോൾ അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി നിലമ്പൂർ ഇപ്പോൾ മാറിക്കഴിഞ്ഞു എന്നും ഈ സാഹചര്യത്തിലാണ് ഈ പോരിന് മൂർച്ച കൂട്ടിക്കൊണ്ട് പ്രീ പോൾ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാന സംഗതി എന്താണെന്നാൽ, അത് LDFിൽ നിന്ന് പുറത്തു വന്ന് മത്സരിക്കുന്ന PV അൻവറിന് മണ്ഡലത്തിൽ ചലനം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ്. ജൂൺ 19-നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അതിനൊപ്പം രാജ്യത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങളും ലോക് പോൾ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനൊപ്പമാണ് നിലമ്പൂർ പ്രീ പോൾ സർവേ ഫലം പരസ്യമാക്കിയിരിക്കുന്നത്. കോൺഗ്രസിനും UDFിനും ആത്മവിശ്വാസം പകരുന്ന ഫലമാണിത് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ
നടത്തിയ ഏജൻസികൾ പറഞ്ഞു പോകുന്നതും എന്നാൽ അവർ കാര്യമായിട്ട് എടുക്കാത്തതുമായ ചില സംഗതികൾ ഈ പറയുന്ന സർവേ ഫലത്തിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UDFിന് വേണ്ടി കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്ത്, LDFിന് വേണ്ടി CPMലെ എം സ്വരാജ്, BJPക്ക് വേണ്ടി മോഹൻ ജോർജ് എന്നിവരാണ് ജനവിധി തേടുന്നത്. കൂടാതെ സ്വതന്ത്രനായി മുൻ MLA PV അൻവർ, SDPI സ്ഥാനാർത്ഥി സാദിഖ് നടുത്തൊടി എന്നിവരാണ് മത്സരരംഗത്തുള്ള മറ്റു പ്രമുഖർ. ഇതിൽ UDF സ്ഥാനാർത്ഥി 48% വോട്ട് നേടി വിജയിക്കുമെന്നാണ് ലോക് പോൾ സർവേ ഫലം പറയുന്നത്. അതേസമയം ഇടതു സ്ഥാനാർത്ഥിക്ക് 37% വോട്ട് കിട്ടുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ 11% കുറവായിരിക്കും എം സ്വരാജിന് ലഭിക്കുന്ന വോട്ടുകൾ എന്നാണ് സർവേ ഫലം പറയുന്നത്. BJPക്ക് വെറും 5% വോട്ടുകളെ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. PV അൻവർ BJPക്കും പിന്നിലായി 4% വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്നുള്ളതാണ് സർവേയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന മറ്റൊരു പ്രധാന സംഗതി. മറ്റുള്ള സ്ഥാനാർത്ഥികൾ എല്ലാ പേരും ചേർന്ന് 6% വോട്ടുകൾ നേടുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. ഇടതു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ തോൽക്കും എന്നുള്ളതും UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ളതും സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാരിനെതിരായ വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിക്കുക എന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. UDFിലുള്ള കെട്ടുറപ്പ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് സഹായകരമാകും എന്നാണ് സർവേയിൽ പറയുന്നത്. എം സ്വരാജിനെ മണ്ഡലത്തിലുള്ളവർ പൂർണ്ണ മനസ്സാൽ സ്വീകരിക്കില്ല എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. മറുകണ്ഠം ചാടിയ വ്യക്തി എന്ന നിലയിൽ അൻവറും തഴയപ്പെടും എന്നാണ് സർവേ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ദേശീയപാതയുടെ തകർച്ച, വന്യമൃഗശല്യം എന്നിവ LDFിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും സർവേയിൽ പറയുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട, അതായത് CPMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി ഈ സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. CPMൻ്റെ കേഡർ വോട്ടുകൾക്ക് ഇളക്കം തട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരത്തിലേക്ക് നിലമ്പൂർ മണ്ഡലം കടക്കില്ലെന്നുമാണ് സർവേ ഫലത്തിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നത്. ലോക് പോൾ നിലമ്പൂരിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ UDF വിജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. അതായത് ഏജൻസി നടത്തിയ സർവേയിൽ UDF വിജയിക്കുമെന്നാണ് പറയുന്നതെങ്കിലും ആ സർവേ ഫലത്തിന് അനുബന്ധമായി നിലമ്പൂരിൽ ഈ ഏജൻസി തന്നെ ചൂണ്ടിക്കാട്ടുന്ന ചില വസ്തുതകളുണ്ട്. ഈ വസ്തുതകളെ മുൻനിർത്തി പരിശോധിച്ചാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പ്രീ പോൾ സർവേ ഫലത്തിൽ ചില സംശയങ്ങൾ തീർച്ചയായും ഉയരും. ഉദാഹരണത്തിന്, അനുബന്ധമായി ഏജൻസി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാന വിഷയമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ CPMൻ്റെ കേഡർ വോട്ടുകൾക്ക് ഇളക്കം തട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരത്തിലേക്ക് നിലമ്പൂർ മണ്ഡലം കടക്കില്ലെന്നുമുള്ളത്. CPMനെ സംബന്ധിച്ച് ഏകദേശം മലയാളികൾക്കറിയാം, അവരുടെ കേഡർ സ്വഭാവ രീതി വച്ച് അവർക്ക് ലഭിക്കുന്ന വോട്ടുകളിൽ ഒരു മണ്ഡലത്തിലും അത്രത്തോളം വലിയ ഒരു കുറവ് സംഭവിക്കാറില്ല. കാരണം പാർട്ടി വോട്ടുകൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്. കൃത്യമായും CPMൻ്റെ പെട്ടിയിൽ വീഴുമെന്നുള്ള വോട്ടുകൾ മാത്രമേ പാർട്ടി വിലയിരുത്തലിലും നേതാക്കൾ പരിഗണിക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പാർട്ടി വോട്ടുകളും CPM സ്ഥാനാർത്ഥിക്ക് തന്നെ വീഴുമെന്ന് തന്നെയാണ് ഈ സർവേ ഫലത്തിൽ വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൃത്യമായി നമുക്ക് ഉറപ്പിക്കാം, ഈ പറയുന്ന 20,000-ഓളം വോട്ടുകളുടെ ഒരു വിജയം ഒരിക്കലും UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, പാർട്ടി വോട്ടുകൾ കൃത്യമായും CPM സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കുകയും എം സ്വരാജ് തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് പിടിക്കുന്ന വോട്ടുകൾ കൂടി അതിനൊപ്പം ചേരുകയും ചെയ്താൽ ഈ പറയുന്ന ഭൂരിപക്ഷം ഒരുപക്ഷെ തോൽവിയിലേക്ക് ചിലപ്പോൾ UDFന് വഴിമാറുകയും ചെയ്യാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി സർവേ ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. PV അൻവറിൻ്റെ സ്വാധീനം ഒരു തരത്തിലും നിലമ്പൂരിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്ന നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ചില മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ PV അൻവറിന് മണ്ഡലത്തിൽ ഉറപ്പായും ലഭിക്കുമെന്ന് കരുതുന്ന വോട്ട് എത്രയാണെന്ന് കണക്ക് കൂട്ടിയിരുന്നു. ഏകദേശം 7,000-ഓളം വോട്ടുകൾ PV അൻവറിന് മാത്രമായി ലഭിക്കുമെന്നാണ് ആ കണക്കുകളിലൂടെ പുറത്തു വന്നത്. എന്നാൽ പിന്നീട് UDFിൽ നിന്ന് വലിയ ചതിയും തുടർന്ന് PV അൻവർ ഒരു മുന്നണിയിലും പെടാത്ത അവസ്ഥയിലേക്ക് മാറിയതുമൊക്കെ അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ ചെറിയ വർധന ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ നോക്കിയാലും PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് UDFിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ആകും എന്നുള്ളതും ഉറപ്പാണ്. മാത്രമല്ല അൻവർ തനിക്ക് വോട്ട് പിടിക്കുന്നതിനൊപ്പം തന്നെ തൻ്റെ ആജന്മശത്രുവായ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രചരണം നയിക്കുന്നതും. അതുകൊണ്ട് തന്നെ PV അൻവർ ഫാക്ട് നിലമ്പൂരിൽ ഒരു വിഷയമല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് UDFിനെ സംബന്ധിച്ച് വിഷയം തന്നെയാണ്. ഇക്കാര്യങ്ങളൊന്നും ഈ പറയുന്ന സർവേ ഫലത്തിൽ അനുബന്ധമായി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഈ സർവേ ഫലത്തിൽ പറയുന്ന മറ്റൊരു കാര്യവുമുണ്ട്. UDFിൻ്റെ കെട്ടുറപ്പ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് സഹായകരമാകുമെന്നാണ് സർവേ പറയുന്നത്.
ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഈ പറയുന്ന കെട്ടുറപ്പിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള ഒന്നായിരുന്നു എന്ന് മലയാളികളായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് എന്ന ആരോപണം നിലമ്പൂരിൽ നിലനിൽക്കുന്നുണ്ട്. പ്രസിഡന്റ് വി എസ് ജോയി നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ജോയിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അവിടെ സതീശൻ നടത്തിയത്. മാത്രമല്ല, കഴിഞ്ഞ തവണ, അതായത് 2021 നിലമ്പൂരിൽ ബി പ്രകാശ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിനെ കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് നേതാക്കൾ കാലുവാരി എന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇന്നത്തെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ് ഈ ആരോപണം പ്രധാനമായും ഉയർന്നത്. മാത്രമല്ല, ഷൗക്കത്തും നിലമ്പൂർ മണ്ഡലത്തിലെ ലീഗ് പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളുമായുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇതുവരെ പറഞ്ഞു തീർക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല എന്ന് മാത്രമേയുള്ളൂ. ഇത്രയും യാഥാർത്ഥ്യങ്ങൾ നിലമ്പൂരിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ഒറ്റ പ്രസ്താവന കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഈ പറയുന്ന രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ദേശീയപാതയുടെ തകർച്ച, വന്യമൃഗശല്യം എന്നിവയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് ഈ സർവേ ഫലത്തിൽ പറയുമ്പോൾ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ക്ഷേമ പെൻഷൻ വിവാദത്തെക്കുറിച്ച് ഈ സർവേ ഫലം ഒന്നും പറയുന്നില്ല എന്നുള്ളത് കൂടി ഓർക്കണം. സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ക്ഷേമ പെൻഷൻ പോലുള്ള വിഷയങ്ങൾ LDF തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാക്കി നിലനിർത്തുമ്പോൾ അത് ഏതു തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുമെന്നോ അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നോ ഉള്ള കാര്യം ഈ സർവേ ഫലം പറയുന്നില്ല എന്നുള്ളതും ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ട കാര്യമാണ്.